പത്തനംതിട്ട കൂടലില് ചരിത്രപ്രധാനമായ രാക്ഷസൻ പാറയിലേക്കുള്ള വഴികളൊക്കെ ഈ ക്വാറി ഉടമകൾ കെട്ടിയടച്ചു എന്നൊരു പരാതി വരുന്നുണ്ട്. രാക്ഷസൻ പാറയെ ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമാക്കി മാറ്റാനുള്ള നടപടികൾക്ക് തുരങ്കം വയ്ക്കുന്നതാണ് ഈ നീക്കമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ചുറ്റുവേലി ഉൾപ്പെടെ നശിപ്പിച്ചുവെന്നും ആരോപണമുണ്ട്. ഇതാണ് ഐതിഹ്യപ്പഴമയും പരിസ്ഥിതി മൂല്യവുമുള്ള രാക്ഷസൻ പാറ. രാക്ഷസൻ പാറയെ പത്തനംതിട്ടയിലെ പ്രധാന സാംസ്കാരിക കേന്ദ്രമായി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചത് കോന്നി MLA KU ജനീഷ് കുമാറാണ്. ഈ പ്രദേശത്തിന്റെ സാംസ്കാരിക ചൈതന്യമായ ഗുരുനിത്യ ചൈതന്യതയുടെ സ്മാരകവും ലൈബ്രറിയും നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ ബജറ്റിൽ 3 കോടി രൂപയും അനുവദിച്ചിരുന്നു. എന്നാൽ ഈ ലക്ഷ്യങ്ങളെയാകെ തകിടം മറിക്കുന്ന ഇടപെടലാണ് ക്വാറി ഉടമകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പദ്ധതി പ്രദേശമാകെ വേലികെട്ടി കൈവശം വച്ചിരിക്കുന്നു എന്നാണ് ആരോപണം. ഇതോടെ രാക്ഷസൻ പാറയിലേക്ക് എത്താൻ കഴിയാതെയായി. ടൂറിസത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പേപ്പറും ശരിയായി അതിൻ്റെ ടെൻഡർ വരെ കൊടുത്താണ് കെട്ടിടം പണിയാനുള്ളത്. അവിടെ ഭൂമി കയ്യേറിയതിനെ സംബന്ധിച്ചിടത്തോളം അവിടെ യതിയുടെ സ്മാരകം വയ്ക്കാനും അദ്ദേഹത്തിൻ്റെ ലൈബ്രറി അവിടെ സ്ഥാപിക്കാനും വേണ്ടി അവിടെ അളന്നു കഴിഞ്ഞപ്പോൾ കയ്യേറ്റക്കാർ അവിടെ ഫെൻസിങ് ഇട്ടു. അങ്ങനെ രാക്ഷസൻ പാറ എന്ന് പറയുന്ന പുരാതന പാറയിൽ കയറി പോകാനുള്ള വഴി പോലും അവർ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ക്വാറി ഉടമകളുടെ നീക്കത്തിന് എല്ലാവിധ പിന്തുണയും അധികാരികൾ നൽകുന്നുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഭരണപക്ഷ MLA പ്രഖ്യാപിച്ച പദ്ധതിക്ക് തുരങ്കം വെക്കുന്ന നടപടികളാണ് CPI ഭരിക്കുന്ന റവന്യൂ വകുപ്പും CPIM ഭരിക്കുന്ന കലഞ്ഞൂർ പഞ്ചായത്തും ചെയ്യുന്നതെന്നും ആരോപണമുണ്ട്. നിത്യ ചൈതന്യതയുടെ സ്മാരകവും ലൈബ്രറിയും നിർമ്മിക്കാൻ നിശ്ചയിച്ച സ്ഥലം ഉൾപ്പെടെയാണ് ക്വാറി ഉടമകൾ വേലികെട്ടി കൈവശം വെച്ചിരിക്കുന്നത്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിൽ അവർക്ക് യാതൊരു താല്പര്യം ഇതിനകത്ത് കാണിക്കുന്നില്ല. 3 മെമ്പേഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാവരും നിശബ്ദരാണ്. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. മറ്റുള്ളവർക്ക് മനസ്സിലാകുമായിരിക്കും എന്താണെന്നുള്ളത്. ഈ പാറത്തരിശ് കയ്യേറുക എന്ന് പറയുമ്പോൾ നിയമവിരുദ്ധമാണ്. ആര് കയ്യേറിയാലും എങ്ങനെ കയ്യേറിയാലും അത് പുറമ്പോക്കായിട്ടല്ല കണക്കാക്കുന്നത്, പാറത്തരിശായിട്ടാണ് കണക്കാക്കുന്നത്. ഗവൺമെൻറ്റിന് മാത്രം ലീസിന് കൊടുക്കാം, അത് മാത്രമേ ഈ പാറത്തരിശ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് കൈവശം വെച്ചിട്ട് രാക്ഷസൻ പാറയുടെ വടി പോലും അടയ്ക്കുവാൻ ഇവർക്ക് ആരധികാരം കൊടുത്തു? എന്ത് അധികാരമാണ്? എന്തുകൊണ്ട് മേൽ ഉള്ള ഉദ്യോഗസ്ഥർ ചോദിക്കുന്നില്ല? ജില്ലാ കളക്ടർ നേരിട്ടെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകിയെങ്കിലും പാലിക്കപ്പെട്ടിട്ടില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. ന്യൂസ് മലയാളം, പത്തനംതിട്ട.